പൊതുവ്യക്തി നിയമത്തിനായി നിലപാടെടുത്തതിന് പിന്നാലെ തിരക്കിട്ട ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അതേസമയം പൊതുവ്യക്തി നിയമത്തെ എതിർത്ത് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ രാജ്യത്ത് പൊതുവ്യക്തി നിയമം വീണ്ടും ചർച്ചയാവുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ നിയമനിർമ്മാണം നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ച 5 മണിക്കൂറിലധികം നീണ്ടുനിന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബിജെപിക്ക് അനുകൂലമാണോ എന്നത് സംബന്ധിച്ച ചർച്ചകളും യോഗത്തിൽ നടന്നതായാണ് വിവരം. അതിനിടെ നിയമ കമ്മീഷന് 14 ദിവസം കൊണ്ട് 8.5 ലക്ഷത്തോളം പേരുടെ പ്രതികരണം ലഭിച്ചു. ഇതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി. അതേസമയം കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. വർഗീയ വിദ്വേഷത്തിനും ആശയക്കുഴപ്പത്തിനുമാണ് ശ്രമമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിനെ കൂടി സർക്കാർ നേരിടണമെന്ന് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയും പ്രതികരിച്ചു. പൊതുവ്യക്തി നിയമം അനുകൂലിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപിയുടെ മുൻ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളും രംഗത്തെത്തി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജാർഖണ്ഡിലും മറ്റും ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ പൊതുവ്യക്തി നിയമത്തിനെതിരെ ശക്തമായ എതിർപ്പുണ്ട്. ഈ വർഷം നടക്കാനിരിക്കുന്ന മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഗോത്രവർഗ്ഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുത്താൻ ബിജെപി തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പൊതുവ്യക്തി നിയമ വിഷയത്തിൽ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗും. പ്രധാനമന്ത്രി ഒരു പൊതുയോഗത്തിൽ പോയി പൌരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേരളത്തിൽ നിന്ന് ബിജെപി ഒഴികെ മറ്റെല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. സി.വി. അനുമോദിന്റെ റിപ്പോർട്ട്. ആഘോഷത്തിന്റെ സമയമാണെങ്കിലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. യൂണിഫോം സിവിൽ കോഡിനെതിരെ മുസ്ലിം ലീഗ് അതിന്റെ പോരാട്ടം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ നാളെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഇതുമായി വിളിച്ചു ചേർത്തിട്ടുണ്ടല്ലോ. അതായത് ഏകൽ സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അത് അങ്ങേയറ്റത്തെ ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ്. നാളെ അത് ഫിസിക്കലായിട്ട് നമ്മൾ കോഴിക്കോട്ട് മലപ്പുറത്തുമായിട്ട് ചേരും. ഒരു പൊതുയോഗത്തിലൊക്കെ പോയി ഇങ്ങനെ പൌരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലൊക്കെ സംസാരിക്കുന്നത് അതൊരിക്കലും ഭൂഷണമല്ല, പ്രധാനമന്ത്രി പദത്തിന് തന്നെ ചേർന്നതല്ല. ഇതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രത്യേകിച്ച് ഇടതുകക്ഷികളൊക്കെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പോരാട്ടം. അല്ല, ഇതിൽ ഇന്നലെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം പിന്നാന്ന് വന്നതിന് ശേഷം വിവിധ മതസ്ഥര്, മതമേലധ്യക്ഷന്മാര്, ബിഷപ്പുമാര്, അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ബിജെപി അല്ലാത്ത എല്ലാ പാർട്ടികളും, അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരും പുരോഹിതന്മാരും സന്യാസി എല്ലാവരും ഒരു നേരായി ചിന്തിക്കുന്ന എല്ലാവരും അതിനെതിരായി പ്രതികരിച്ചതാണ്. ഞങ്ങളും പാർട്ടി നിലനിൽക്ക് നാളെ കൂടിയാലോചിക്കാൻ പോവാം. എല്ലാ കക്ഷികളും പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളത്തിൽ നിന്ന് എല്ലാവരും പിന്തുണക്കുക. കേരളത്തിൽ സംശയമൊന്നുമില്ല. ബിജെപി എല്ലാവരും പിന്നെ ഈ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരായിരുന്നു. നാളെ ചേരുന്ന യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ലീഗിന്റെ ഭാവി പരിപാടികൾ, ഈ ബില്ലിനെതിരായ ഭാവി പരിപാടികൾ ആ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. അഖിലോട് പറയ്ക്കൊപ്പം സി.വി. അനുമോദ്, ന്യൂസ് 18. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം.